ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ബൈബിൾ ക്വിസ് 2025 എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഈ വർഷത്തെ പഠനഭാഗത്തെ മുഴുവൻ വാക്യങ്ങളുമാണ് വാക്യ നമ്പരോടുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധ്യായം 11, വാക്യം 1. ഗിലെയാദ്കാരനായ ജെഫ്ത ശക്തനായ സേനാനിയായിരുന്നു, പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദ് ആയിരുന്നു അവൻ്റെ പിതാവ്. 2. ഗിലെയാദിന് സ്വഭാര്യയിലും പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജെഫ്തായെ പുറം തള്ളിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല, നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ. 3. അപ്പോൾ ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. 4. അക്കാലത്താണ് അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്. 5. അപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി. 6. അവർ ജെഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. 7. ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? 8. ശ്രേഷ്ഠന്മാർ ജെഫ്തായോട് പറഞ്ഞു, നീ ഞങ്ങളോട് കൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. 9. ജെഫ്ത അവരോട് പറഞ്ഞു, അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. 10. ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച. 11. അവൻ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയി. ജനം അവനെ നേതാവായി സ്വീകരിച്ചു. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചു. 12. ജെഫ്ത ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് ചോദിച്ചു, എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? 13. അമ്മോന്യ രാജാവ് ജെഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി. അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം. 14. ജെഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് 15. അമ്മോന്യ രാജാവിനോട് പറഞ്ഞു, ജെഫ്ത ഇങ്ങനെ അറിയിക്കുന്നു, മൊവാബ്യരുടെയോ അമ്മോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല. 16. അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാദഷ് വരെയും എത്തി. 17. ഇസ്രായേൽ അന്ന് ഏദോം രാജാവിനോട് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ അവൻ അത് സമ്മതിച്ചില്ല. മോവാബ് രാജാവിനോടും അവർ ആളയച്ചു പറഞ്ഞു, അവനും സമ്മതിച്ചില്ല. അതിനാൽ ഇസ്രായേൽ കാദഷിൽ തന്നെ താമസിച്ചു. 18. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഏദോമും മോവാബും ചുറ്റി മോവാബിന് കിഴക്ക് എത്തി. അർണോൻ്റെ മറുകരെ താവളമടിച്ചു. മോവാബിൽ അവർ പ്രവേശിച്ചതേയില്ല. മോവാബിൻ്റെ അതിർത്തി അർണോൺ ആണല്ലോ. 19. ഇസ്രായേൽ ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സീഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച്, നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചു. 20. എന്നാൽ തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സീഹോന് വിശ്വാസം വന്നില്ല. മാത്രമല്ല, സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി യാഹാസിൽ താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതി. 21. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമോര്യരുടെ ദേശം അവർ പിടിച്ചെടുത്തു.
22. അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി. 23. അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് അമോര്യരെ തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ? 24. നിന്റെ ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ലേ? ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ചു തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും. 25. മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ? അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ? അവർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ? 26. ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവേറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല? 27. ആകയാൽ ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല. ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേല്യർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ. 28. എന്നാൽ ജെഫ്തായുടെ സന്ദേശം അമ്മോന്യ രാജാവ് വകവെച്ചില്ല. 29. കർത്താവിൻ്റെ ആത്മാവ് ജെഫ്തായുടെ മേൽ ആവസിച്ചു. അവൻ ഗിലയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്പായിലേക്ക് കടന്ന് അമ്മോന്യരുടെ ദേശത്തേക്ക് പോയി. 30. ജെഫ്ത കർത്താവിന് ഒരു നേർച്ച നേർന്നു. അങ്ങ് അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ. 31. ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടുത്തേക്ക് അർപ്പിക്കും. 32. ജെഫ്ത യുദ്ധം ചെയ്യാൻ അമ്മോന്യരുടെ അതിർത്തി കടന്നു. കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. 33. ആരോവേർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കെരാമീം വരെയും 20 പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി. വലിയ കൂട്ടക്കൊല നടന്നു. അമ്മോന്യർ ഇസ്രായേലിന് കീഴടങ്ങി. 34. ജെഫ്ത മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു. അതാ അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു. അവൾ അവൻ്റെ ഏക സന്താനമായിരുന്നു. വേറെ മകനോ മകളോ അവനില്ലായിരുന്നു. 35. അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, അയ്യോ മകളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ കർത്താവിന് വാക്ക് കൊടുത്തുപോയി. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. 36. അവൾ പറഞ്ഞു, പിതാവേ, അങ്ങ് കർത്താവിന് വാക്ക് കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക. കർത്താവ് ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം ചെയ്തല്ലോ. 37. അവൾ തുടർന്നു, ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി 2 മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം. 38. പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ 2 മാസത്തേക്ക് അവളെ അയച്ചു. അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെപ്പറ്റി വിലപിച്ചു. 39. 2 മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു. 40. അവൻ നേർന്നിരുന്നതുപോലെ അവളോട് ചെയ്തു. അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല. ഗിലയാദുകാരനായ ജെഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും 4 ദിവസം കരയാൻ പോവുക പതിവായി തീർന്നു. അധ്യായം 12 വാക്യം 1. എഫ്രായിംകാർ യുദ്ധത്തിനൊരുങ്ങി. അവർ സഫോണിലേക്ക് ചെന്നു. ജെഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. 2. ജെഫ്ത അവരോട് പറഞ്ഞു, ഞാനും എൻ്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. 3.
നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമ്മോന്യർക്കെതിരെ ചെന്നു. കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നോ? 4. ജെഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു. ഗിലെയാദുകാർ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട് ഗിലെയാദുകാർ അവരെ തകർത്ത് കളഞ്ഞു. 5. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തു. എഫ്രായിമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രായിംകാരനോ എന്ന് ഗിലെയാദുകാർ ചോദിക്കും. 6. അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് ഷിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും. ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും. 40,000 എഫ്രായിംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു. 7. ജെഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജെഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. 12-ാം അധ്യായത്തിലെ ആദ്യത്തെ ഹെഡിങ് ഇബ്സാൻ. വാക്യം 8. അവനുശേഷം ബേത്ലഹേംകാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. അവന് 30 പുത്രന്മാരും 9 സ്വന്തം കുലത്തിനു വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന 30 പുത്രിമാരും തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിനു വെളിയിൽ നിന്ന് സ്വീകരിച്ച 30 പുത്രിമാരും ഉണ്ടായിരുന്നു. 10 അവൻ 7 വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. ഇബ്സാൻ മരിച്ചു. ബേത്ലഹേമിൽ അടക്കപ്പെട്ടു. 2-ാമത്തെ ഹെഡിങ് ഏലോൻ. വാക്യം 11. അവനുശേഷം സെബുലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ 10 വർഷം ന്യായപാലനം നടത്തി. 12 ഏലോൻ മരിച്ചു. സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ അവനെ സംസ്കരിച്ചു. 3-ാമത്തെ ഹെഡിങ് അബ്ദോൻ. വാക്യം 13. പിന്നീട് പിറഥോന്യനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ ഇസ്രായേലിൽ ന്യായാധിപനായി. 14 അവന് 40 പുത്രന്മാരും 30 പൗത്രന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് സഞ്ചരിക്കാൻ 70 കഴുതകളും ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേലിൽ 8 വർഷം ന്യായപാലനം നടത്തി. 15 പിറഥോന്യനായ ഹില്ലേലിൻ്റെ പുത്രൻ അബ്ദോൻ മരിച്ചു. അമലേക്യരുടെ മലനാട്ടിൽ എഫ്രായിം ദേശത്തെ പിറഥോനിൽ സംസ്കരിക്കപ്പെട്ടു. അധ്യായം 13. സാംസന്റെ ജനനം എന്നതാണ് ഹെഡിങ്. വാക്യം 1. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. 2 സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. 3 കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. 4 അതുകൊണ്ട് നീ സൂക്ഷിക്കണം, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. 5 നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. 6 അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു. അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. 7 അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. 8 മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. 9 മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു.
ഭർത്താവായ മനോവ അവളോട് കൂടെ ഉണ്ടായിരുന്നില്ല. 10. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. 11. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീ തന്നെയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. 12. അപ്പോൾ മനോവ ചോദിച്ചു, നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? 13. കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. 14. മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത്, വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. 15. മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ. 16. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക. കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല. 17. അവൻ കർത്താവിൻ്റെ ദൂതനോട്, നിന്റെ പേര് എന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട് ചോദിച്ചു. 18. എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് 19. ധാന്യബലിയോട് കൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. 20. ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി. അവർ നിലത്ത് കമിഴ്ന്നു വീണു. 21. അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നെന്ന് മനോവയ്ക്ക് വ്യക്തമായി. 22. മനോവ ഭാര്യയോട് പറഞ്ഞു, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. 23. അവൾ പറഞ്ഞു, നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. 24. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. 25. സോറായ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനെ ദാനിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. അധ്യായം 14. സാംസന്റെ വിവാഹം എന്നതാണ് ഇതിൻ്റെ ഹെഡിങ്. വാക്യം 1. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടു. 2. അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു, തിമ്നായിൽ ഞാൻ ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടി. അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. 3. അവർ പറഞ്ഞു, നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? എന്നാൽ സാംസൺ പറഞ്ഞു, അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 4. അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല. അവിടുന്ന് ഫിലിസ്ത്യർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു. അക്കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു. 5. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. 6. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. 7. സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു. 8. അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു. വഴിമധ്യേ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു. 9. അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട്.
അവൻ അത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കന്മാരുടെ അടുത്തെത്തി. അവർക്കും കൊടുത്തു, അവരും ഭക്ഷിച്ചു. എന്നാൽ ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തത് എന്ന് അവൻ അവരോട് പറഞ്ഞില്ല. 10. അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി. സാംസൺ അവിടെ ഒരു വിരുന്നു നടത്തി. യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. 11. അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ 30 പേരെ അവന് തോഴരായി കൊടുത്തു. 12. സാംസൺ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കടം കഥ പറയാം. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം. 13. ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം. അവർ പറഞ്ഞു, നിന്റെ കടം കഥ കേൾക്കട്ടെ. 14. അവൻ പറഞ്ഞു, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 3 ദിവസമായിട്ടും കടം കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല. 15. 4-ാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടം കഥയുടെ പൊരുൾ അറിഞ്ഞ് ഞങ്ങളോട് പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടിരിക്കും. ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? 16. സാംസന്റെ ഭാര്യ അവൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്കെന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. എൻ്റെ ആളുകളോട് നീ ഒരു കടം കഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ അത് എന്തെന്ന് എന്നോട് പറഞ്ഞില്ല. അവൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല, പിന്നെ അത് നിന്നോട് പറയുമോ? 17. വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം വരെ അവൾ കേണു ചോദിച്ചു. അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി. അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു. 18. 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു, തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടം കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു. 19. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടം കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. കോപാക്രാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി. 20. സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി. അധ്യായം 15. ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഹെഡിങ്. വാക്യം 1. കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ. പക്ഷേ പിതാവ് അത് അനുവദിച്ചില്ല. 2. അവളുടെ പിതാവ് പറഞ്ഞു, നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു. അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ? അവളെ സ്വീകരിച്ചാലും. 3. സാംസൺ പറഞ്ഞു, ഇപ്രാവശ്യവും ഫിലിസ്ത്യരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കയില്ല. 4. സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ചു. കുറേ പന്തങ്ങളും ഉണ്ടാക്കി. ഈ 2 വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ചുകെട്ടി. 5. അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി. 6. ഫിലിസ്ത്യർ ചോദിച്ചു, ആരാണിത് ചെയ്തത്? അവർ പറഞ്ഞു, 7. ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചെയ്തതാണിത്. ഫിലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി. സാംസൺ അവരോട് പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. 8. അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. അതിനുശേഷം അവൻ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു.
9. അപ്പോൾ ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു. യൂദായിലെ ജനം ചോദിച്ചു. 10. നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട്? അവർ പറഞ്ഞു, സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 11. അപ്പോൾ യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസണോട് ചോദിച്ചു, ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? അവൻ പറഞ്ഞു, അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. 12. അവർ പ്രതിഭജിച്ചു, നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. സാംസൺ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക. 13. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ, കൊല്ലുകയില്ല. അവർ പുതിയ 2 കയറ് കൊണ്ടുവന്ന് അവനെ ബന്ധിച്ചു പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു. 14. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തി. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീർന്നു. കെട്ടുകൾ അറ്റുവീണു. 15. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ലു കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. 16. എന്നിട്ട് അവൻ ഘോഷിച്ചു, കഴുതയുടെ താടിയെല്ല് കൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി, കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. 17. ഇത് പറഞ്ഞിട്ട് അവൻ എല്ല് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് റാമാത്ത് ലേഹി എന്ന് പേര് ലഭിച്ചു. 18. അവന് വലിയ ദാഹമുണ്ടായി. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുത്തെ ദാസൻ്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ഛേദിതരുടെ കൈകളിൽ വീഴണമോ? 19. ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻ ഹക്കോർ എന്ന് പേര് കിട്ടി. 20. അത് ഇന്നും അവിടെയുണ്ട്. ഫിലിസ്ത്യരുടെ കാലത്ത് 20 വർഷം സാംസൺ ഇസ്രയേലിൽ ന്യായാധിപനായിരുന്നു. അധ്യായം 16 വാക്യം 1. സാംസൺ ഗാസായിലേക്ക് പോയി. അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി. അവളോട് കൂടി ശയിച്ചു. 2. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു. 3. എന്നാൽ സാംസൺ പാതിരാ വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. 16-ാം അധ്യായത്തിൻ്റെ ആദ്യ ഹെഡിങ് സാംസണും ദലീലയും. വാക്യം 4. അതിനുശേഷം സോറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. 5. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസണെ നീ വശീകരിക്കണം. അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. 6. ദലീല സാംസണോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. 7. സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. 8. അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു. 9. ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ ഇതാ
ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. 10. ദലീല സാംസണോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. 11. അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. 12. അപ്പോൾ ദലീല പുതിയ കയറു കൊണ്ടുവന്ന് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു. കെട്ടിയിരുന്ന കയർ നൂലുപോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. 13. ദലീല സാംസനോട് പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. എന്നോട് നീ കളവ് പറഞ്ഞു. നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്താൽ ഞാൻ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും. 14. അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തു. അനന്തരം അവനോട് പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അവൻ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. 15. അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോടുകൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. 16. നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. 17. അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. 18. അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക. അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. 19. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. 20. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു, മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും. എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. 21. ഫിലിസ്ത്യർ അവനെ പിടിച്ചു കണ്ണു ചുഴന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി. ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ചു കാരാഗ്രഹത്തിലാക്കി. മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. 22. എന്നാൽ മുണ്ടനത്തിന് ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. വാക്യം 23. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. 24. അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. 25. സന്തോഷിച്ചു മതിമറന്ന് അവർ പറഞ്ഞു, നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. സാംസനെ അവർ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി. 26. കൈക്കു പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. 27. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. 28.
അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവമായ കർത്താവെ, എന്നെ ഓർക്കണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു, എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. 29. കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ സാംസൺ പിടിച്ചു. വലത് കൈ ഒന്നിലും ഇടത് കൈ മറ്റേതിലും വെച്ച് അവൻ തള്ളി. 30. അവൻ പറഞ്ഞു, ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ. സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റ് ആളുകളുടെയും മേൽ വീണു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. 31. സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി. സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്.